എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മലബാർ ബീഫ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. ഇത് ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ഒരു ബിരിയാണി അല്ല, പക്ഷേ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. ഇതിനു വേണ്ടി നമ്മൾ 1 കിലോ ബീഫാണ് എടുക്കുന്നത്. ഇതുപോലെ എല്ലുള്ള കഷ്ണങ്ങളും നമ്മളിതിൽ എടുത്തിട്ടുണ്ട്. എല്ലുള്ള കഷ്ണങ്ങളാണെങ്കിൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് വരും. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കണം. ബിരിയാണിക്ക് ആയതുകൊണ്ട് വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ മുറിക്കുന്നത്. ഒരു 20 പീസൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് മുറിക്കാം. മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെക്കണം. അപ്പം നമ്മളിവിടെ കുക്കറിലാണ് ബീഫ് വേവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുക്കറിലേക്ക് ബീഫ് ഇട്ടിട്ട് ഇതിൽ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം ബീഫ് ഇട്ടിട്ട് ഇതിലേക്ക് 3 സവോള കനം കുറച്ചരിഞ്ഞത് ചേർക്കാം. സവോള ഏകദേശം 300 ഗ്രാമോളം ഉണ്ട്. ഇനി ചേർക്കുന്നത് തക്കാളിയാണ്. തക്കാളി 3 എണ്ണം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. ഏകദേശം 200 ഗ്രാം വരുന്നുണ്ട്. ഇത് നമുക്ക് ചേർക്കാം. ഇനി വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 കുടം വെളുത്തുള്ളി പൊളിച്ചത്, പിന്നെ 10 പച്ചമുളക്. ഇതെല്ലാം ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് മുറിച്ചിടാം. ഇനി ഇതിലേക്ക് 1 പിടി പുതിനയിലയും 1 പിടി മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയേണ്ട, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇത് ബീഫിലേക്ക് നമുക്ക് ചേർക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ബേ ലീഫ് 2 എണ്ണം, പിന്നെ 4 ഏലക്ക വേണം. അതൊന്ന് നമുക്ക് ഇതുപോലെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കുന്നത് 2 കഷ്ണം പട്ട, 3 തക്കോലം, 4 ഗ്രാമ്പു. മസാലകളെല്ലാം നമ്മൾ മുഴുവനായിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും നമുക്ക് ചേർക്കാം. ഇനി ഇതിൽ ചേർക്കുന്നത് തൈരാണ്. 6 ടേബിൾ സ്പൂണോളം തൈര് ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് അരമണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് കുക്കർ അടച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ അടുപ്പിക്കാം. പിന്നെ ലോ ഫ്ലെയിമിലേക്കാക്കി 2 വിസിൽ കൂടി അടുപ്പിക്കാം. ബീഫ് നമ്മൾ 90% വേവിച്ചെടുക്കണം. ഇനി ഇത് വെന്ത് വരുന്ന നേരത്തെ നമുക്ക് ഇതിൽ ചേർക്കാനുള്ള സവോളയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി നമ്മൾ 2 സവോള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. സവോള റെഡിയായി വരുമ്പോൾ കോരി മാറ്റാം.
ഇനി ഇതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചിട്ട് 50 ഗ്രാം കാഷ്യൂ ഇട്ട് വറുത്തെടുക്കാം. കാഷ്യൂ റെഡി ആവുമ്പോഴത്തേക്കും ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ 50 ഗ്രാം കിസ്മിസ് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമ്മൾ റൈസ് വേവിച്ചെടുക്കണം. ജീരകസാല അല്ലെങ്കിൽ കൈമ എന്ന് പറയുന്ന റൈസാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. ഇത് 1 കിലോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നന്നായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി അരി വേവിക്കാനുള്ള പാത്രം അടുപ്പത്ത് വെക്കുവാണ്. ഇതിൽ നമ്മൾ 2.5 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. അരി വെന്ത് കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഊറ്റുവാണ്. അതുകൊണ്ട് വെള്ളം ഇച്ചിരി കൂടി പോയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ 5 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർക്കാം. ഇനി 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, ബേ ലീഫ് 3 എണ്ണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി ചേർക്കണം. അതൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് തൊണ്ട് ഇതിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ചെറുനാരങ്ങ ചേർത്താൽ നമ്മുടെ റൈസ് വെന്ത് വരുമ്പോൾ പൊട്ടിപ്പോകാതെ ഇരിക്കും. പിന്നെ റൈസിന് നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഏകദേശം 70% റൈസ് വെന്ത് വന്നാൽ മതി. ഇതുപോലെ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ട് റൈസിന്റെ വെള്ളം ഊറ്റിക്കളയാം. നമ്മളിവിടെ ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഒഴിക്കുവാണ്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ 3 വിസിലൊക്കെ അടിച്ച് ബീഫ് ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. 90% വെന്തിട്ടുണ്ട്. കുക്കറിൽ വേവിച്ചതായതുകൊണ്ട് ബീഫിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് വറ്റിച്ച് കുഴമ്പ് പരുവത്തിലാക്കണം. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ബീഫ് മാറ്റാം. ഇനി ഇത് നല്ലപോലെ വറ്റിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇപ്പോൾ ബീഫ് കുറച്ചൊക്കെ വെള്ളം വറ്റി ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്കിത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം. ഇനി നമ്മൾ ഒരു ദോശക്കല്ലോ പാനോ അടുപ്പത്ത് വെക്കണം. ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ബിരിയാണി ദം ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഒരു ദോശക്കല്ലിലോ പാനിലോ എടുത്ത് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ ഇവിടെ ദോശക്കല്ലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതപ്പോൾ ചൂടാകാൻ വേണ്ടി വെക്കാം. ഇത് ചൂടാകുന്ന നേരത്തെ അടുപ്പത്ത് ഇറക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് കുറച്ച് വറുത്ത സവോളയും കാഷ്യൂ നട്ട്സും കിസ്മിസും വിതറിയിടാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇടാം. ഇനി വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇട്ട ചെറുനാരങ്ങ നമുക്കിപ്പോൾ എടുത്തു കളയാം. അതിന് വേണ്ട. റൈസ് കുറച്ചിട്ടിട്ട് ഇതിലേക്ക് കുറച്ച് വറുത്ത സവോളയും കാഷ്യൂവും കിസ്മിസും ഒക്കെ വിതറി കൊടുക്കാം.
ഇനി ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും വിതറാം. ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി ബാക്കി റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വീണ്ടും ബാക്കി വരുന്ന വറുത്ത സവോളയും കാഷ്യൂസും കിസ്മിസും വിതറിയിടാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റോസ് വാട്ടർ ചേർക്കുന്നുണ്ട്. ഡാബറിന്റെ റോസ് വാട്ടർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മൂടിയിട്ട് ആവി പുറത്തു പോകാതിരിക്കാൻ മൈദ വെച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് മൈദ ഒരു പാത്രത്തിൽ എടുത്തിട്ട് വെള്ളം കുറച്ചൊഴിച്ച് കുഴച്ചെടുക്കാം. ഇനി ഇത് പാത്രത്തിന്റെ സൈഡിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി പഴുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിരിയാണിയുടെ പാത്രം വെച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് 20 മിനിറ്റ് ഇതുപോലെ വെക്കാം. 20 മിനിറ്റിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഇതുപോലെ തന്നെ അടുപ്പത്ത് വെക്കാം. ഇനി ഇത് റെഡിയായി വരുന്ന നേരത്ത് ബിരിയാണിയുടെ കൂടെ കഴിക്കാനുള്ള റൈത്ത നമുക്ക് തയ്യാറാക്കാം. ഇതിന് നമ്മൾ എടുത്തിരിക്കുന്നത് 2 സവോള, 2 തക്കാളി, 4 പച്ചമുളക്, 1/4 ലിറ്റർ തൈര്, കുറച്ച് മല്ലിയില, പിന്നെ ഉപ്പ്. ഇനി സവോള ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചതുരത്തിൽ നമുക്ക് അരിയാം. തക്കാളിയും ഇതുപോലെ തന്നെ മുറിച്ചിട്ട് ചെറുതായിട്ട് അരിയാം. പിന്നെ പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. പിന്നെ ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. എന്നിട്ട് ഇതിലേക്ക് 1 നുള്ള് ജീരകപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ റൈത്ത റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ ബിരിയാണി ദം ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ബിരിയാണി നമുക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മലബാർ ബീഫ് ബിരിയാണി റെഡിയായി കഴിഞ്ഞു.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഈ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ടൊന്ന് അറിയിച്ചേക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേഗം തന്നെ കാണാം. താങ്ക്